വിശുദ്ധ യോഹന്നാനെ വെളിപാട് പുസ്തകം എഴുതുന്നതിനായി നിർദ്ദേശം ലഭിച്ച ഗുഹ കാണുന്നതിനായിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏഗിയൻ കടലിലാണ്. ഈ ഏഗിയൻ കടൽ ടർക്കിയുടെയും ഗ്രീക്കിൻ്റെയും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ളൊരു ദ്വീപാണ് പാത്തമോസ്. അവിടെ വെച്ചാണ് വിശുദ്ധ യോഹന്നാനെ വെളിപാട് പുസ്തകം എഴുതുന്നതിനുള്ള നിർദ്ദേശം കിട്ടിയത്. ടർക്കിയിലുള്ള എഫെസീസിൽ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് നടന്നിരുന്ന വിശുദ്ധ യോഹന്നാനെ അവിടെയുള്ള ആളുകൾ കുറ്റം ചുമത്തി ഈ പാത്തമോസിലേക്ക് നാടുകടത്തുകയായിരുന്നു. പാത്തമോസ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായൊരു ഐലൻഡാണ്. ഇവിടെ നമ്മൾ ചെല്ലുന്ന പോർട്ടിൻ്റെ പേര് സ്കാല എന്നാണ്. പിന്നെ ഈ സ്കാലയുടെയും അടുത്ത നഗരമായ കോറയുടെയും ഇടയ്ക്കാണ് ഈ കേവ് സ്ഥിതി ചെയ്യുന്നത്. കേവ് ഓഫ് അപ്പക്കാലിപ്സ് എന്നാണ് പറയുന്നത്. ഈ കേവിലേക്ക് ഓരോ സമയം കുറച്ച് ആൾക്കാരെ മാത്രമായിട്ട് കടത്തുള്ളൂ. വളരെ റെസ്ട്രിക്റ്റഡ് ആണ് നമ്പേഴ്സ്. അപ്പം നമ്മളിങ്ങനെ കേവിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടെ ഇങ്ങനെ പല ചിത്രങ്ങളും പണ്ടത്തെ പല കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ കേവ് വിശുദ്ധ യോഹന്നാൻ കിടന്ന് കേവിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാനും ഫോട്ടോഗ്രാഫി അവർ സമ്മതിക്കില്ല. അപ്പം ഞാൻ ഡോറിൻ്റെ അറ്റം വരെ ഇതാണ് ആ കേവ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓൾട്ടർ ഉണ്ട്. അവിടെ വരെ കാണിക്കും. അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വിശുദ്ധ യോഹന്നാൻ കിടന്ന സ്ഥലവും തലവൈണ പോലെ ഉപയോഗിച്ചിരുന്ന പാറയും പിന്നെ വയ്യാണ്ടായപ്പം പിടിച്ചെഴുന്നേൽക്കാനായി അവിടെ പാറയിലുണ്ടാക്കിയ ഗ്രൂവും എല്ലാം കാണാം. മാത്രമല്ല യേശു വിശുദ്ധ യോഹന്നാൻ ഒരു വിഷനിലൂടെയാണ് പഴയ ഭൂമി നശിക്കുന്നതും പുതിയ ഭൂമി ഉടലെടുക്കുന്നതുമുള്ള വിഷൻ കണ്ടത്. അതിനോടൊപ്പം തന്നെ യേശുവിൻ്റെ ഒരു നിർദ്ദേശവും കിട്ടി. ഈ കണ്ടതെല്ലാം എഴുതണം. പിന്നെ അതുമല്ല അവിടെയുള്ള 7 ചർച്ചസിനുള്ള ലെറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം എഴുതി ആ ലെറ്റേഴ്സ് എല്ലാം 7 പള്ളികൾക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം കിട്ടി. ആ നിർദ്ദേശത്തിൻ്റെ ശബ്ദം കൊണ്ട് ആ പാറയുടെ മുകളിലെ 3 പിളർന്ന പോലെയാണ് പറയുന്നത്. അത് ട്രിനിറ്റിയുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും ഓർമ്മപ്പെടുത്തുന്നതാണ്. 3 കുഴി പോലെ അത് നമുക്കിപ്പോഴും കാണാം. ഒരു വെടവ് പോലെ ഇങ്ങനെ ഇപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ ഇതാണ് മൊണസ്ട്രി. ദ മൊണസ്ട്രി ഓഫ് സെൻറ്റ് ജോൺ ദ ഡിവൈൻ എന്നാണ് ഈ മൊണസ്ട്രിയുടെ പേര്. ഈ മൊണസ്ട്രിയുടെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ പണ്ട് അവിടെ ഒരു ബൈസന്റൈൻ കാലത്ത് ഈ സെൻറ്റ് ജോണിൻ്റെ പേരിൽ ഒരു പള്ളി പണിതിരുന്നു. പക്ഷെ അത് ഇസ്ലാമിക് ആൾക്കാരെ ആക്രമിച്ച് അത് തകർത്തു. പിന്നീട് 1088 ഈ പാത്തമോസ് ഐലൻഡ് ഒരു മോങ്സ് സന്യാസി കൂട്ടത്തിന് കൊടുത്തപ്പോൾ അവർ 3 വർഷം എടുത്തിട്ട് പണിതിട്ടുള്ള ഒരു പള്ളിയാണിത്. ഈ പള്ളി ഒരു ബൈസന്റൈൻ പള്ളിയുടെ ഷേപ്പിലാണ്. അത് നല്ലൊരു കോർട്ട്യാർഡ് ഉണ്ട്. പിന്നെ ലൈബ്രറി ഉണ്ട്. പിന്നെ അവിടെ ഒരുപാട് പിക്ചേഴ്സും ഇങ്ങനെ ചുമരിലും മ്യൂറൽസും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ലൈബ്രറിയിലാണെങ്കിലും ഒരുപാട് പണ്ടത്തെ മാനുസ്ക്രിപ്റ്റ്സും എഴുത്തുകളും ചുരുളുകളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയും നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല. ഈ മോണസ്ട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോറ എന്ന ആ ഒരു ഗ്രാമത്തിൻ്റെലാണ് ഈ മോണസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണെന്ന് പറയാം പാത്തമോസിൻ്റെ. അവിടെയാണ് ഇതൊരു കോട്ട പോലെയാണ്. പണ്ടത്തെ കാലത്ത് ഈ കടൽ കൊള്ളക്കാരും പിന്നെ ടർക്കിഷ് ആൾക്കാരൊക്കെ ഇവരെ ആക്രമിക്കുമ്പം എല്ലാ ആളുകളും ഓടി അഭയത്തിനായിട്ട് ഓടിയെത്തിരുന്ന ഈ മൊണസ്ട്രിയിലാണ്. അപ്പോൾ ഇത് ശരിക്കും മൊണസ്ട്രി മാത്രമല്ല ഒരു കോട്ട കൂടി പോലെയാണ്. പിന്നെ അവിടെ നിന്നാൽ ഈ കടൽ മുഴുവൻ അവർക്ക് വാച്ച് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ പാത്തമോസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഐലൻഡ്. ഏകദേശം 3000 ആൾക്കാരൊക്കെ അവിടെ താമസിക്കുന്നുള്ളൂ പെർമനൻ്റ് ആയിട്ട്. പിന്നെ ഇങ്ങനെ പലരും ഇങ്ങനെ വിസിറ്റ് ചെയ്യാനായിട്ട് താമസിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ പ്രധാന വരുമാർഗം ഈ ടൂറിസമാണ്. പിന്നെ അവർക്ക് കുറച്ച് കൃഷിയുണ്ട്. ടൊമാറ്റോ, ഓലിവ്, പിന്നെന്താ ഗ്രേപ്സ്, അങ്ങനെ കുറച്ച് കൃഷിയുണ്ട്. പക്ഷെ പ്രധാന വരുമാന മാർഗം ഫിഷിങ്ങും പിന്നെ ടൂറിസമാണ്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന സ്കല എന്ന ടൗണാണ്. ഇവിടെയാണ് നമ്മുടെ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർട്ടാണ്. ഞങ്ങൾ വന്നത് ഒരു ക്രൂസ് ഷിപ്പിലായിരുന്നു. ഒരു ക്രൂസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഐലൻഡിൽ നമ്മൾ വന്നത്. പക്ഷേ ഞങ്ങളുടെ ഷിപ്പ് ഇതിൻ്റെ അടുത്തോട്ട് വരില്ല. അവിടെ നിന്ന് അത് കുറച്ച് മാറി കടലിൽ നിർത്തുകയുള്ളൂ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ബോട്ട് കയറിയിട്ട് ഇവിടേക്ക് എത്തണം.
പിന്നെ ഈ ടൗണിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല ഇങ്ങനെ കുറച്ച് നടന്നിങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ വൈറ്റ് ഹൗസസും പിന്നെ കടകളും അതിലിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ വാഹനങ്ങൾ വളരെ കുറവാണ്. പണ്ടത്തെ കണക്കനുസരിച്ച് ആകെ 12 ടാക്സികളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ അതിലും കൂടുതലുണ്ടായിരിക്കാം. പിന്നെ വേറെ ഇതില്ല, എയർപോർട്ടില്ല, ചെറിയൊരു പോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ വാഹനങ്ങളും വളരെ കുറവാണ്. ഈ ഐലൻഡിനാകെ 12 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയും 35 സ്ക്വയർ മീറ്റർ വിട്ടുമാണ്. സ്ക്വയർ കിലോമീറ്റർ ഉള്ള വിസ്താരമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ഐലൻഡാണ്. പിന്നെ ഈ പാത്തമോസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ കൊടും കുറ്റവാളികൾ ഉപേക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇവിടെ പണ്ട് ഭയങ്കര വിഷമുള്ള പാമ്പുകൾ, തേളുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തൊന്നും വേറെ ദ്വീപുകളും ഇല്ല. പിന്നെ അവിടെ നല്ല 3 വിൻമില്ല് അവിടെ ഉണ്ട്. അത് നല്ലൊരു ഭംഗി, അതൊരു പ്രത്യേകത ഈ സ്ഥലത്തിൻ്റെ. പിന്നെ കുറേ പള്ളികളുണ്ട്. ചില പള്ളികളൊക്കെ നമ്മൾ കണ്ടു, എല്ലാ പള്ളികളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനെ പിൽഗ്രിമേജ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരും. ഈ വിശുദ്ധ യോഹന്നാൻ വെളിപാട്